ഹിറ്റായി തമിഴ്നാട്ടിലേക്കുള്ള സൗജന്യ യാത്രാ സർവീസുകൾ. സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ യാത്രാ പദ്ധതിയുടെ ഭാഗമായി ഇടുക്കിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള KSRTC സർവീസുകൾക്ക് മികച്ച പ്രതികരണം. പദ്ധതി ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ 10,000-ലധികം വനിതകളാണ് തമിഴ്നാട്ടിലേക്കുള്ള സൗജന്യ യാത്രയുടെ പ്രയോജനം ഉപയോഗപ്പെടുത്തിയതെന്ന് KSRTC അധികൃതർ അറിയിച്ചു. കട്ടപ്പന, നെടുങ്കണ്ടം, കുമളി, മൂന്നാർ എന്നീ ഡിപ്പോകളിൽ നിന്നാണ് പ്രധാനമായും തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് സർവീസുകൾ നടത്തുന്നത്. ദിവസേന ജോലി, ചികിത്സ, വ്യാപാര ആവശ്യങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി അതിർത്തി കടന്ന് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പദ്ധതി വലിയ ആശ്വാസമായിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തോട്ടം മേഖലകളിൽ ജോലി ചെയ്യുന്ന വനിതാ തൊഴിലാളികൾക്കും സൗജന്യ യാത്ര ഏറെ സഹായകരമായതായി KSRTC ജീവനക്കാർ പറയുന്നു. യാത്രാ ചെലവിൽ ഗണ്യമായ കുറവ് വന്നതോടെ കൂടുതൽ സ്ത്രീകൾ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന പ്രവണതയും വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായും തൊഴിലാളികൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉപകാരം ലഭിക്കുന്നത്. കൂടുതലും പണിക്ക് വരുന്ന യാത്രക്കാരാണ് ജീപ്പുകൾ ഉപേക്ഷിച്ചും അവർ കൂടുതലായി ബസ്സിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ട്. തോട്ടം തൊഴിലാളികളാണ് കൂടുതലായിട്ടും എത്തുന്നത്. കമ്പംമെട്ട് റോഡ് ബ്ലോക്ക് ആയതിനാൽ അതിൻ്റെതായ ഒരു വിഷയമുള്ളത് കൊണ്ട് മാത്രമാണ്. എങ്കിലും തോട്ടം തൊഴിലാളികൾ കൂടുതലായി എത്തുന്നു. നിലവിൽ നമുക്ക് 2 കമ്പം സർവീസാണുള്ളത്. അതിൽ ഒരെണ്ണം ഇപ്പം നിലവിൽ കുമളി വഴി ഓടുന്നതിനാൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. അടുത്ത റോഡ് തുറക്കുന്ന മുറയ്ക്ക് സർവീസ് 2 പഴയ രീതിയിൽ പുനരാരംഭിക്കുന്നതാണ്. അതിർത്തി മേഖലകളിലെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ ബന്ധപ്പെട്ട സർവീസുകളിലെ യാത്രക്കാരുടെ തിരക്കും കൂടിയിട്ടുണ്ട്. പദ്ധതി തുടർന്നാൽ കൂടുതൽ വനിതകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും KSRTC അധികൃതർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.